ഹായ് ഗായ്സ്, എന്നെയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. മറ്റേ അത് തന്നെ ഒളിച്ചോടി വഴി. ഞാനിപ്പോൾ ലൈവ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവളുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ അതിൽ പറയുന്നത് ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അത് നിർബന്ധിച്ചെടുപ്പിച്ചാണ് വിശ്വാസവഞ്ചന കാണിച്ചതൊക്കെ. സത്യാവസ്ഥ ഇതല്ല. ഇവൾ പഠിക്കുന്നത് മേരിയേരി കൂട്ടാളത്താണ്. അവിടെ നമ്മൾ പിറവം വണ്ടി കയറി എൻ്റെ വീട് പിറവത്താണ്. പിറവം വണ്ടി കയറി പിറവത്ത് വന്ന് ഇറങ്ങിയിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ പിറവത്തെത്തി. എന്നെ വന്നോളൂ, ഞാൻ വീട്ടിട്ട് പോയില്ല. എൻ്റെ പിറവത്തുനിന്ന് അവളെ പിക്ക് ചെയ്തുകൊണ്ട് വന്നപ്പോൾ അവൾ കാറിൽ എടുത്ത് വീഡിയോസാണ്. എങ്ങനെ കാണിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് അവൾ തന്നെയാണ് വീഡിയോ വൈറലാക്കി അവളെ പരിപാടികൾ നീക്കിയത്. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്കൊച്ചു പറഞ്ഞിടത്താണ് നമ്മളാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് അത് ഭയങ്കര വൈറലാവുന്നു. ഇപ്പം ഞാനായി കുറ്റക്കാരൻ. എൻ്റെ ഭാഗത്ത് ആരില്ല, ഒന്നുമില്ല. സോ ഞാൻ പെട്ടു. അതാണിപ്പോൾ സംഭവിച്ചത്. നിങ്ങൾ ഷെയർ ചെയ്യാനൊന്നും പോകില്ല, അത് വേറെ കാര്യം. കാരണം ഞാൻ കൊച്ചാണല്ലോ, പെങ്കൊച്ച് വീഡിയോ എടുത്താലേ ഷെയർ ലൈക്കൊക്കെ വരുത്തുള്ളൂ. സോ ഇപ്പോൾ പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ചെറുക്കനോട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ അതിനൊരു സേഫ് സൈഡ് എന്നുള്ള രീതിയിൽ ഈ വീഡിയോ വേണം. എന്തെങ്കിലും ഒരു കാരണം വന്ന് പോലീസോ എല്ലാം വന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെടാമല്ലോ. ആ ഒരു രീതിയിൽ രണ്ടുപേരും കുഴപ്പം വരാതെയുള്ള രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എന്നെക്കൊണ്ട് എടുപ്പിക്കുകയുണ്ടായി. അതൊരു കാരണവശാലും പോസ്റ്റ് ചെയ്യില്ല. ഇതെല്ലാം ആവശ്യം വന്ന 99.5% എന്നാണ് എന്നോട് പറഞ്ഞത്. കുഴപ്പമായി എന്നങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണിക്കേണ്ടി വരുമായിരിക്കും എന്നും പറഞ്ഞൊരു വീഡിയോ. അതുകൊണ്ട് വരില്ല, എന്ത് വന്നാലും വരില്ല. പക്ഷേ ഇനി എങ്ങാൻ വന്നാൽ കാണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ കാരണം എനിക്ക് പറയേണ്ടി വന്ന ഒരു കാര്യമാണ്. ഇതുപോലൊരു ചതി എൻ്റെ അടുത്ത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ അച്ഛനും അമ്മയും നിരപരാധികളാണ്. എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ്. ചതിക്കപ്പെട്ടു ഞാൻ അവരുടെ കൂടെ. എൻ്റെ വീടാണ് ഈ പുറകിൽ കാണുന്നത്. ഞാൻ അവരുടെ കൂടെ എൻ്റെ വീട്ടിലുണ്ട്. എനിക്ക് പറ്റിപ്പോയി. എന്നെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച ഞാൻ മടുത്തു. ഇനി എനിക്കൊരു ബന്ധവും വേണ്ട. എൻ്റെ പേര് ദേവിക. എൻ്റെ വീട് രാമംഗലത്താണ്. എൻ്റെ അച്ഛൻ്റെ പേര് വിജയൻ. എനിക്ക് ഒരാൾ ഇഷ്ടമായിരുന്നു. അത് വീട്ടിലറിഞ്ഞു, അത് തടഞ്ഞു, നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തു. പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ അവനെ കള്ളക്കേസിൽ കൊടുക്കി. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അവനെ കൊല്ലാൻ വരെ നോക്കിയ തെളിവുകളുണ്ട്. സോ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പോവാണ്. അതുകൊണ്ട് ഇനി നോക്കണ്ട, എന്നെ അന്വേഷിക്കണ്ട. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോണ.